സർവൈശ്വര്യദാതാവായ ഏറ്റുമാനൂരപ്പൻ്റെ നാമധേയത്തിലുള്ള ശ്രീ ഏറ്റുമാനൂരപ്പൻ കോളേജിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് അറിവിൻ്റെ ജാലകത്തിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. വിദ്യാഭ്യാസം എന്നുള്ളത് വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അവരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന എന്ന ഒരു തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് ഇത്. UG PG കോഴ്സുകൾക്ക് പുറമെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട കലാപരിപാടികളും അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും കായികപരമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രത്യേക വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അതിലൂടെ നാളെയുടെ കുറേ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ സൃഷ്ടിച്ചെടുക്കുന്ന ശ്രീ ഏറ്റുമാനൂരപ്പൻ കോളേജിൻ്റെ വിശേഷങ്ങൾ അറിവിൻ്റെ ജാലകത്തിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ശ്രീ ഹേമന്ത് കുമാർ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. താങ്ക് യു. കുട്ടികളും അധ്യാപകരും തമ്മിൽ നല്ല സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ വിജയ ഫോർമുല എന്താണ് സാർ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കുട്ടികളുടെ സർവതോമുഖമായ വികാസം എന്നുള്ളതാണ് ഞങ്ങളുടെ മന്ത്രം. അത് ശരി. പഠനം മാത്രമല്ല, കുട്ടികൾക്ക് കായികമായും സാംസ്കാരികമായും കലാപരമായും മറ്റുമുള്ള അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ സീനിയർ ടീച്ചേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു നല്ല മിക്സ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ ടീച്ചേഴ്സ് ഉണ്ട്. അത് പ്രത്യേകിച്ചും അതിലെ സീനിയർ ടീച്ചേഴ്സ് വളരെ ഏബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അത് ഏത് വിഷയത്തിലായിരുന്നാലും നല്ല അക്കാഡമിക് പെർഫോമൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതോടൊപ്പം കായികമായും കലാപരമായും എല്ലാം വിദ്യാർത്ഥികളെ വികസിപ്പിച്ചുകൊണ്ട് വരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയഫോർമുല. കോളേജിൽ പഠിക്കുന്ന ഇപ്പോൾ പുതുതായി വരുന്ന 4 വർഷ ഡിഗ്രി, ആ 4 വർഷം എന്ന് പറയുന്നത് ഒരു വളർന്നു വരുന്ന ഒരു യുവാവിന്റെ അല്ലെങ്കിൽ യുവതിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡാണ്. അതെ. അതേപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് സാർ ഇവിടെ ഉള്ളത്? ഇവിടെ ഞങ്ങൾക്ക് കോമേഴ്സ് BCom MCom ഉണ്ട്, ഇംഗ്ലീഷ് BA MA ഉണ്ട്, സോഷ്യൽ വർക്കില് ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, BBA, BSc മാത്തമാറ്റിക്സ് ഉണ്ട്, BA എക്കണോമിക്സ് MA എക്കണോമിക്സ് ഉണ്ട്, BA മലയാളം MA മലയാളം ഉണ്ട്, BA ഹിന്ദി ഉണ്ട്, ലൈബ്രറി സയൻസും ഉണ്ട്. അതേപോലെ ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എന്നോട് കുട്ടികൾ പറഞ്ഞത് ഇവിടുത്തെ ലൈബ്രറി ആയിക്കോട്ടെ, അതുപോലെ കമ്പ്യൂട്ടർ ലാബുകൾ ആയിക്കോട്ടെ സുസജ്ജമാണെന്ന് പറഞ്ഞു. അതെ, അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈബ്രറി ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഞങ്ങൾക്കുള്ളത്. ഡോക്ടർ M ലീലാവതിയെ പോലെയുള്ള അറിയപ്പെടുന്ന സാഹിത്യ വിചക്ഷണന്മാര് ഇവിടെ വന്ന് ഞങ്ങളുടെ ലൈബ്രറി കണ്ടിട്ട് സന്തോഷം തോന്നിയിട്ട് അവരുടെ പേഴ്സണൽ ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് ബുക്സ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് തീർച്ചയായിട്ടും വളരെ നല്ല കമ്പ്യൂട്ടർ ലാബാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ആഗ്രഹം പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി. തീർച്ചയായും. അപ്പൊ നമ്മുടെ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്ലേസ്മെന്റ് സെല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ. അതെ. ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. ഈ പ്ലേസ്മെന്റ് സെല്ല് കഴിഞ്ഞ ഒരു 10 വർഷമായി കോളേജിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന്റെ ചുമതലയുള്ള ടീച്ചർമാർ, പ്ലേസ്മെന്റ് സെല്ലിന്റെ ചുമതലയുള്ള ടീച്ചർമാർ ഈ അടുത്തുള്ള ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ രീതിക്ക് ഞങ്ങളിവിടെ ജോബ് ഫെയർസ് ഒക്കെ നടത്തുമ്പോൾ, ജോബ് ഡ്രൈവുകളെല്ലാം ഇവിടെ നടത്തുമ്പോൾ നല്ല എംപ്ലോയേഴ്സ്, നമ്മുടെ നാട്ടിലെ നല്ല എംപ്ലോയേഴ്സ്, അറിയപ്പെടുന്ന എംപ്ലോയേഴ്സിനെ ഇവിടെ കൊണ്ടുവരാനും നമ്മളുടെ കുട്ടികളെ വളരെയധികം പ്ലേസ് ചെയ്യാനുമായിട്ടാണ് ശ്രമം നടത്താറുള്ളത്. അത് വളരെ വിജയകരമായിട്ട് തന്നെ കുട്ടികളെ 100% സാറ്റിസ്ഫൈഡ് ആണ്. കുട്ടികളോട് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജോബ് പ്ലേസ്മെന്റ് ട്രാക്ക് റെക്കോർഡാണ് ഉള്ളത്. ശരി. അതേപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് അച്ചടക്കമാണ്. താങ്കളെ സംബന്ധിച്ച് താങ്കൾ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അതിനുവേണ്ടി ഒരുപാട് നൂതനമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിൽ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഡിസിപ്ലിനെ കാണുന്നത് ഒരേ സമയം അക്കാഡമിക്സിലുള്ള ഫോക്കസ് നഷ്ടപ്പെടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ മറ്റു രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കോളേജിനുള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞങ്ങൾക്ക് ഒരു വാഗമരമുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായും ആ വാഗമരത്തിന്റെ വാഗമര ചുവട്ടിൽ എന്നൊരു പ്രോഗ്രാം ഞങ്ങള് ഒരു 1-2 മാസം കൂടുമ്പോൾ നടത്താറുണ്ട്. കുട്ടികള് പാട്ട് പാടുക, ഗ്രൂപ്പ് മ്യൂസിക്, ഫ്ലാഷ് മോബ്,
ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഈ വാഗമരച്ചോട്ടിൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്. കൃത്യമായും സിലബസ് തീർക്കുക, അധ്യാപകർ ചെയ്യേണ്ട ജോലി നന്നായി ചെയ്യുക, കുട്ടികളെ നന്നായി മോണിറ്റർ ചെയ്യുക, ഇതെല്ലാം അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അതെല്ലാം ഏറ്റുമാനൂരപ്പൻ കോളേജ് നിഷ്കർഷിക്കാറുമുണ്ട്. അത് ഈ പറഞ്ഞ മറ്റ് ആക്ടിവിറ്റീസിന് തടസ്സമാകാതെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. അതാണ് ശരിക്കും സൗഹൃദപരമായ രീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പെരുമാറുന്ന ക്യാമ്പസ് എന്ന് പേര് വരാൻ കാരണം, അല്ലേ? അതെ, അതാണ് ഞങ്ങളുടെ ഫിലോസഫി. കോളേജിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥി ഈ 4 കൊല്ലം കഴിഞ്ഞ് മധുരസ്മരണകളോടുകൂടി തന്നെ ഇവിടെ കലാലയത്തിന്റെ പടി ഇറങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വാഗമരച്ചോട്ടിലെ സൗഹൃദം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഏറ്റുമാനൂരപ്പൻ കോളേജിലേക്ക് വരിക. ഞാൻ യമുന, ഏറ്റുമാനൂരപ്പൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക. ഭാഷ അടിസ്ഥാനപരമായി ജീവന്റെ ശ്വാസമാവുകയും ഒപ്പം നമ്മളുടെ സംസ്കാരത്തിനോട് ഇഴകിച്ചേരുകയും അതിനും അപ്പുറമായി ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. ഭാഷാ പഠനത്തിനും അതിനുള്ള മുന്നോട്ടുള്ള സാഹിത്യത്തിൽ കൂടി അതിനുള്ള വളർച്ചയ്ക്കും ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഈ കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം എന്നീ വിഷയങ്ങൾ ഐച്ഛികമായി പഠിക്കുകയും ഒപ്പം സാഹിത്യത്തിലും സാഹിത്യ പഠനത്തിനും പ്രത്യേക പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലും ഭാഷയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ സംഭാവന എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ ജോലി സാധ്യത ഏറെയുള്ള കോഴ്സുകളാണ് ശ്രീ ഏറ്റുമാനൂരപ്പൻ കോളേജിൽ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ പഠന രീതി. അതുകൊണ്ട് സൗഹൃദപരമായ ഒരു ക്യാമ്പസാണ്, ഗ്രീൻ ക്യാമ്പസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ ഇത് കാണുന്ന പ്രിയമുള്ളവർ ഇന്ന് തന്നെ ശ്രീ ഏറ്റുമാനൂരപ്പൻ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു മനോഹരമായ അറിവിന്റെ ജാലകവുമായി കാണാം. നന്ദി, നമസ്കാരം.